ബി.ജെ.പിയുടെ തലപ്പത്തേക്ക് രാജീവ് ചന്ദ്രശേഖർ എന്ന ബിസിനസ്സുകാരൻ എത്തിയതോടെ ഏറ്റവും അധികം ഭയപ്പെട്ടത് കേരളത്തിലെ പ്രമുഖ ചാനലായ ഏഷ്യാനെറ്റ് ന്യൂസും അതിന്റെ അനുബന്ധ ഓൺലൈൻ ചാനലുമാണ്. നൂറുകണക്കിന് മാധ്യമ പ്രവർത്തകരും മറ്റ് ജോലിക്കാരുമാണ് ഏഷ്യാനെറ്റ് ന്യൂസിൽ ജോലി ചെയ്യുന്നത്. ബി.ജെ.പിയുടെ സംസ്ഥാന അധ്യക്ഷൻ നേരിട്ട് നിയന്ത്രിക്കുന്ന ചാനലിൽ നടപ്പിലാക്കുന്ന അജണ്ടയും ആർക്കും ഊഹിക്കാവുന്നതേയുള്ളൂ. അങ്ങനെ ആകെ വാടിത്തളർന്നു നിൽക്കുന്ന ഏഷ്യാനെറ്റ് ന്യൂസിലെ മാധ്യമ പ്രവർത്തകർക്കായി മറ്റൊരു കനത്ത തിരിച്ചടി കൂടി കാത്തുവച്ചിരിക്കുകയാണ് രാജീവ് ചന്ദ്രശേഖർ. ആഗോള തൊഴിലാളി ദിനമായ മെയ് 1 തന്നെ മാനേജ്മെന്റ് ഏഷ്യാനെറ്റ് തൊഴിലാളികളെ ഒരു കാര്യം അറിയിച്ചിരിക്കുകയാണ്. ഏഷ്യാനെറ്റ് ന്യൂസിന്റെ ഓൺലൈൻ വിഭാഗത്തിൽ ജോലി ചെയ്യുന്ന മാധ്യമ പ്രവർത്തകരിൽ പകുതിയിലേറെ പേരെയും ചെലവ് ചുരുക്കലിന്റെ പേരിൽ പിരിച്ചുവിടാനുള്ള നടപടികൾ ആരംഭിച്ചുവെന്നും പിരിഞ്ഞു പോകണമെന്നുമാണ് അറിയിച്ചിരിക്കുന്നത്. ഏഷ്യാനെറ്റിന്റെ ഉടമസ്ഥാവകാശവും ബി.ജെ.പി സംസ്ഥാന അധ്യക്ഷനുമായ രാജീവ് ചന്ദ്രശേഖറിന്റെ നിർദ്ദേശപ്രകാരമാണ് കൂട്ടപ്പിരിച്ചുവിടല് എന്നാണ് തൊഴിലാളികൾ ആരോപിക്കുന്നത്. രാജീവ് ചന്ദ്രശേഖറിന്റെ വലം കൈ കൂടിയായ ചീഫ് ഓപ്പറേറ്റിംഗ് ഓഫീസർ തപൻ ശർമ്മയുടെ തീരുമാനമാണ് പിരിച്ചുവിടൽ എന്നാണ് ജീവനക്കാരെ മാനേജ്മെന്റ് അറിയിച്ചത്. ഇതിന്റെ തുടർച്ചയായി അധികം വൈകാതെ തന്നെ ഏഷ്യാനെറ്റ് വാർത്താ ചാനലിലും കൂട്ടപ്പിരിച്ചുവിടൽ നടത്തുവാൻ നീക്കങ്ങൾ നടക്കുന്നതായും വിവരമുണ്ട്. ചാനലിന്റെ അടിവേരറുത്ത് പൂർണ്ണമായും കാവ്യവൽക്കരിക്കാനുള്ള നീക്കമാണ് പിരിച്ചുവിടലിന് പിന്നിലെന്നും പറയുന്നുണ്ട്. അർണാബ് ഗോംസ്വാമിയുടെ റിപ്പബ്ലിക് ചാനൽ സിഇഒ ആയിരുന്നു തപൻ ശർമ്മ. രാജീവ് ചന്ദ്രശേഖർ റിപ്പബ്ലിക്കിന്റെ ഉടമസ്ഥനായിരുന്ന കാലത്ത് അന്നു മുതലേ അദ്ദേഹത്തിന്റെ വിശ്വസ്തനായ തപൻ ശർമ്മ കടുത്ത തൊഴിലാളി വിരുദ്ധനായി അറിയപ്പെടുന്ന ഒരാളാണ്. ഇയാൾ ഏഷ്യാനെറ്റ് ന്യൂസിന്റെ തലപ്പത്ത് വന്നത് മുതലാണ് സംഘപരിവാറിന് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനമായി ഏഷ്യാനെറ്റ് മാറിയതെന്നും ജീവനക്കാരിൽ ചിലർ സൂചിപ്പിക്കുന്നുണ്ട്. കേരളത്തിലെ CPIM നേതൃത്വത്തിലുള്ള സർക്കാരിനെതിരെയും മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെയും നിരന്തരം വാർത്തകൾ നൽകാൻ ഇയാൾ ഇടപെടാറുണ്ടെന്നും ചില മാധ്യമപ്രവർത്തകർ പറയുന്നുണ്ട്. തപൻ ശർമ്മ നിയമിച്ച HR മേധാവിയുടെ മുൻകൈയിലാണ് പിരിച്ചുവിടൽ നീക്കം നടക്കുന്നത്. സ്ഥാപനത്തിലെ മുതിർന്ന ജീവനക്കാർ മുതൽ പുതിയതായി ചേർന്ന മാധ്യമ പ്രവർത്തകർ വരെ പുറത്താകുന്നവരിൽ പെടുമെന്നും സൂചന ലഭിച്ചിട്ടുണ്ട്. ഏഷ്യാനെറ്റ് ന്യൂസ് എക്സിക്യൂട്ടീവ് എഡിറ്റർ സിന്ധു സൂര്യകുമാർ, മുതിർന്ന മാധ്യമ പ്രവർത്തകരായ വിനു വി ജോൺ, PG സുരേഷ് കുമാർ എന്നിവരുടെ അറിവോടെയാണ് ഇവർക്ക് കീഴിൽ ജോലി ചെയ്യുന്നവരെ പിരിച്ചുവിടാനുള്ള നീക്കം നടക്കുന്നത്. രാജീവ് ചന്ദ്രശേഖർ ബി.ജെ.പി സംസ്ഥാന പ്രസിഡന്റായി ചുമതലയേറ്റതോടെ തിരുവനന്തപുരം നഗരം കേന്ദ്രീകരിച്ചാണ് പ്രവർത്തിക്കുന്നത്. ഇതോടെ ഏഷ്യാനെറ്റിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ തുടങ്ങിയ രാജീവ് ചന്ദ്രശേഖർ ചാനലിന്റെ പ്രവർത്തനങ്ങളിൽ നിരന്തരം ഇടപെടുകയും ചെയ്യുന്നുണ്ട്. കവടിയാറിൽ ആഡംബര വസതി വാങ്ങിയ രാജീവ് ചന്ദ്രശേഖർ ചാനലിന്റെ സ്വാധീനം ഉപയോഗിച്ച് നഗരത്തിലെ പരിപാടികളിൽ സജീവമായി കൊണ്ടിരിക്കുകയാണ്. രാജീവ് ചന്ദ്രശേഖരനെ സഹായിക്കാൻ ദേശീയ തലത്തിൽ സംഘപരിവാറിന് വേണ്ടി പ്രവർത്തിക്കുന്ന മാധ്യമ പ്രവർത്തകർ അടക്കമുള്ള PR സംഘം തിരുവനന്തപുരത്ത് പ്രവർത്തിക്കുന്നുമുണ്ട്.